Shall we all turn our attention to 1 Peter chapter 4 verse 19. നമ്മുടെ ശ്രദ്ധയെ പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് തിരിക്കാം. 1 പത്രോസ് 4-ാം അധ്യായം 19-ാം വാക്യം. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഭരമേൽപ്പിക്കട്ടെ. So here, what caught my mind is trust in the God. Trust your lives to the God. എൻ്റെ മനസ്സിനെ വളരെ സ്പർശിച്ച വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക. What does it feel like trusting in God entirely? പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് എന്താണ്? So I just went behind and I just wanted to check, what does trust mean? ഞാൻ എൻ്റെ ജീവിതത്തെ തന്നെ ആ പിന്നാമ്പുറത്തിലേക്കൊന്ന് പോയി അല്പം കൂടി ശ്രദ്ധയോടുകൂടി ഒന്ന് വീക്ഷിച്ചു നോക്കി. So I went and looked into the root word of trust. ഞാൻ ഈ ട്രസ്റ്റ് എന്ന് ആശ്രയം എന്ന് പറയുന്ന ആ വാക്കിന്റെ മൂല പദത്തിലേക്ക് ഞാൻ പോയി. I think from the limited research I had, it comes from the Latin word fid. പരിമിതമായിട്ടുള്ള എൻ്റെ അറിവിലും ഞാൻ അന്വേഷണനുസരിച്ച് അതൊരു ലാറ്റിൻ പദം ഫീഡ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം. It basically means to be confident. അതിന്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത് ഉറപ്പുള്ളവനായിരിക്കുക. So initially it was used in Roman and Greek laws. അത് പ്രധാനമായിട്ട് റോമയിലും അതുപോലെ തന്നെ ഗ്രീക്ക് അവരുടെ നിയമാവലിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദമായിരുന്നു. I think during 1200s is when English coined the word trust. AD 1200 അതിൽ നിന്ന് ഇംഗ്ലീഷ് പദമായ ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് അത് രൂപീകരിച്ചത്. So the background behind the word trust is when the people in England used to go and fight in the Crusades. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ അവിടെയുള്ള ക്രൂശ് യുദ്ധത്തില് അവർ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് ധൈര്യം പകർന്നിരുന്നത് ഈ ആശ്രയം എന്ന പദമാണ്. So when they went for the Crusades, they will leave all their land and everything behind. അവർ ഈ ക്രൂശ് യുദ്ധത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി അവർ പോകുന്ന സമയത്ത് അവരുടെ സമ്പത്തും അവരുടെ നിലങ്ങളും എല്ലാം വിട്ടിട്ടാണ് പോകുന്നത്. So when they leave all this behind, they can't leave it behind or else it gets enrolled. So instead they will appoint a relative to take care of it. അപ്പോൾ ഇവരത് വിട്ടു പോകുമ്പോൾ അന്യാധീനമായി പോകാതിരിക്കാൻ വേണ്ടി അവരുടെ ബന്ധത്തിലുള്ള കുടുംബത്തിലുള്ള ഒരു ചാർച്ചക്കാരനെയാണ് അത് ഏൽപ്പിക്കുന്നത്. So during that time the chancellor or the Lord during that time, he had created a law stating that when these people go for crusades, a trustee or a person whom the landowner can put trust on will be appointed, and at that time the beneficiary will be the landowner. അപ്പോൾ അപ്പോഴത്തെ ആ സ്ഥിതിയും സാഹചര്യവും മനസ്സിലാക്കി ഭരണാധിപതി ഒരു നിയമം ഉണ്ടാക്കി യുദ്ധത്തിന് പോകുന്നവർ അവരുടെ സമ്പത്തും അവരുടെ നിലകളും ആ കാര്യങ്ങളും ഒരു ആശ്രയമായിട്ട് അല്ലെങ്കിൽ ഉറപ്പോടുകൂടി കാത്തു സൂക്ഷിപ്പാനായിട്ടുള്ള ഒരു കാര്യസ്ഥൻ അവനെ നിയമിക്കണം. അവനത് ഇവരുടെ മടങ്ങി വരവ് വരയ്ക്കും അവനത് വളരെ ഭദ്രമായിട്ട് വിശ്വസ്തയോടുകൂടി കാക്കും. ആ ആശ്രയമായിരിക്കും എന്നുള്ളത്. So there we see that the person, the crusader who went to a war, he is putting his entire life belongings to a person whom he trusts on. അപ്പോൾ ഈ യുദ്ധത്തിന് പോകുന്ന ആ വ്യക്തി തനിക്കുള്ളത് സകലതും ഈ ചാർച്ചക്കാരന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടുകൂടി ഭരമേൽപ്പിക്കുകയാണ്. Why does he do that? Because he has confidence in the ability and the integrity of that person. അവൻ ആ വ്യക്തിയുടെ കരങ്ങളിൽ അത് സകലം സമർപ്പിക്കുന്നു. അതിന് ഏക കാരണം എന്ന് പറയുന്നത് അവൻ ആ വ്യക്തിയോട് വിശ്വാസമുണ്ട്, ആശ്രയിപ്പാനായിട്ടുള്ള മനസ്സുണ്ട്. അത് മാത്രമല്ല ആ വ്യക്തിയുടെ സത്യസന്ധത പരമാർത്ഥതയിലും വിശ്വാസമുണ്ട്. So there we can see a trust and the confidence in the ability of that person. So when it comes to the portion which we read, first the Peter clearly says to trust our lives in the Lord. അപ്പോൾ പ്രാരംഭമായിട്ട് നാം ചിന്തിക്കുന്ന ഈ ഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പത്രോസ് പ്രാരംഭമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിഷയം നാം ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. We know we treasure our lives a lot, and also Peter is clearly saying
that not only don't give half, but the entire life of you should be given to the Lord. പത്രോസ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ജീവനെ വിലയേറിയതായിട്ട് കണക്കിടുന്നുണ്ടല്ലോ, ആ ജീവനെ തന്നെ പകുതിയല്ല പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണമെന്ന്. Why is Peter saying that? Because he is confident in the ability and the integrity of the God the Father who's in the heaven. പത്രോസ് എന്തിനാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്? കാരണം നമ്മുടെ ആരുടെ കരങ്ങളിലേക്കാണ് നമ്മുടെ ജീവനെ, നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് അർപ്പിക്കുന്നത്, അവനത് കാത്തു സൂക്ഷിക്കാൻ, അവസാന നാൾ വരെയും കാത്തു സൂക്ഷിപ്പാൻ അവൻ ഉറപ്പുള്ളവനും സത്യസന്ധനുമാണ്. No, so before I wanted to give some use cases which we can see and we can understand, which we can implement in our day-to-day life. പ്രായോഗികമായിട്ട് ചില ജീവിതങ്ങളെ ഞാനൊന്ന് വരച്ചു കാട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിനും അത് സഹായകമായിരിക്കും. Shall we all turn to Acts chapter 4, reading from verse 32 to 37? അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ അതിന്റെ 32 മുതൽ 37 വരെയുമുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 4-ാം അധ്യായം അതിന്റെ 32 മുതൽ 37 വരെയുമുള്ള വാക്യങ്ങൾ. തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സമരവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോഴന്മാർ മഹാശക്തിയോടെ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം ദ്രവ ലഭിച്ചിരുന്നു. കൂട്ടുള്ളവർ ആരും അവരുണ്ടായിരുന്നില്ല. ജനങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെ അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാലത്ത് വഹിക്കും. പിന്നെ ഓരോരുത്തരും അവരവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധനത്തിന് എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ പുറമേ വിളിച്ച അപ്പോസ്തലനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാലത്ത് വെച്ചു. Here we see a person named Barnabas or Joseph. ഇവിടെ ബർന്നബാസ് എന്ന മറുപേര് വിളിച്ചിരുന്ന കുപ്രോസ് ദ്വീപുകാരനായ ഒരു യോസഫിനെ കുറിച്ച് നാം വായിക്കുന്നു. You know, I was just a couple of weeks ago, there was a case study on Barnabas where I heard somewhere, and it was very interesting to see how much he had trust in the Lord. ചില ആഴ്ചകൾക്ക് മുമ്പ് ഈ ഒരു വ്യക്തിവിശേഷത്തെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുന്ന സമയത്ത് എനിക്ക് കേൾക്കുവാനായിട്ട് ഇടയായി. ഈ വ്യക്തി എന്തുമാത്രം സത്യസന്ധനും കർത്താവിൽ ആശ്രയിക്കുന്നവനായിരുന്നു. And here we see when the need came for the gospel, Barnabas sold his land and gave the money to the disciples. സുവിശേഷം അറിയിപ്പാനായിട്ടുള്ള ആ ഒരു ആവശ്യകത അതിന് വന്നപ്പോൾ അത് മനസ്സിലാക്കി തനിക്കുള്ള നിലം വിറ്റ് പൂർണ്ണമായിട്ട് ആ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. He understood the need there, but more importantly, he trusted in the ability of the God whom he believed in. And he gave his money and his property to God. താൻ വിശ്വസിച്ചു, ആ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ താൻ ആശ്രയിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് തനിക്കുള്ളതൊക്കെയും അത് വിറ്റ് അത് കൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് അവനിൽ വന്നു. Why did he do that? Because he knew with that money the gospel will be prospered. ആ കാര്യം അദ്ദേഹം ചെയ്തത് അതിൽ കൂടെ സുവിശേഷം ഇനിയും എത്തിച്ചേരാത്ത സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരും. I would like to establish one thing, Acts chapter 11 verse 24. ഇത് അല്പം കൂടി ഉറപ്പിച്ച് പറയുവാൻ വേണ്ടി ഇതേ പുസ്തകത്തിലെ തന്നെ 11-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു, വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. Here we see he had strong faith in God and he was filled with Holy Spirit. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവൻ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നവനും വിശ്വസിക്കുന്നവനും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിലാൽ നിറഞ്ഞവനുമായിരുന്നു. All these factors when you see this, when you understand how strong his relationship is with God. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ദൈവവുമായിട്ട് ഈ ദൈവദാസന്റെ ബന്ധം എത്രയോ സുദൃഢമായിരുന്നു. And when I go through Acts, when we look into the history of the Paul, we realize how Barnabas is crucial
for actually bringing Paul to the disciples. അപ്പോസ്തലനായ പ്രവൃത്തികളുടെ ആ പുസ്തകം മുഴുവനായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു ദേവദാസനെ, കുപ്രോസ് ദ്വീപുകാരനായ ഈ ബർന്നബാസിനെ ഏത് വിധത്തിലാണ് ദൈവം ഉപയോഗിച്ചത്? അപ്പോസ്തലനായ പൗലോസിനെ കർത്താവിന്റെ അരികിലേക്ക് ഉറപ്പിച്ച് മുൻപോട്ട് നയിക്കുവാൻ വേണ്ടി. And just two portions I would like to read, Acts chapter 9 verse 26 and 27. ഈ പുസ്തകത്തിലെ തന്നെ 9-ാം അധ്യായത്തിൽ 26-ഉം 27-ഉം വാക്യങ്ങളും കൂടി ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ യെരൂശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. ഇത് ശൗലിനെ കുറിച്ചാണ്. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു. Here we see a man who took an impostor, that is Saul, into the front of disciples and boldly told him he is a changed man. ഇവിടെ നോക്കുക, ബർന്നബാസ് എന്ന് പറയുന്ന ഈ ദൈവദാസൻ വിശാല ഹൃദയനായിട്ട് ശിഷ്യന്മാരെല്ലാം പേടിക്കുകയാണ്. സഭയെ മുടിക്കുവാൻ വേണ്ടി പീഡിപ്പിക്കുന്നവൻ അവൻ വന്നിരിക്കുന്നു എന്ന് പേടിച്ചിരിക്കുമ്പോൾ അവരുടെ അരികിലേക്ക് കൊണ്ടുപോയി ഈ ദൈവദാസൻ എങ്ങനെയാണ് ദമസ്കോസ് പടിവാതിൽക്കൽ കർത്താവിനെ അറിഞ്ഞതും കണ്ടതും ആ കാര്യങ്ങൾ വിവരിച്ച് കർത്താവിന് വേണ്ടി നിലനിൽക്കൊള്ളുവാൻ വേണ്ടി ആയിരിക്കുന്ന ഒരു ദേവദാസനാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. That is why it is clearly mentioned he is called a son of encouragement, because he did that. Saul or Paul was encouraged to spread the gospel. അതുകൊണ്ടാണല്ലോ എത്രയോ അനുയോജ്യമായ ഒരു സാക്ഷ്യമാണ് ബർന്നബാസിനെ കുറിച്ച് പറയുന്നത്, പ്രബോധനപുത്രനായ ബർന്നബാസ്. കാരണം ശൗലിനെ കുറിച്ച്, അപ്പോസ്തലൻ പൗലോസിനെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞ് അപ്പോസ്തലന്മാരെ പരിചയപ്പെടുത്തി. One more portion, Acts chapter 11 verse 26. ഈ പുസ്തകത്തിലെ തന്നെ 11-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. സഭായോഗങ്ങളില് കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോഖ്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി. 25 മുതൽ വായിക്കാം. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോഖ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങൾ കൂടുകയും ചെയ്തു. So how Saul came to Tarsus, he was having death threats in Jerusalem, so he had come back to Tarsus until it all dies out. നാം ചരിത്രത്തിൽ കാണുന്നത് പോലെ ജെറുസലേമിൽ തന്റെ പ്രാണത്തിന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് ശൗൽ അവിടെ നിന്ന്, അല്ലെങ്കിൽ പൗലോസ് അവിടെ നിന്ന് തന്റെ സ്വന്തം സ്ഥലമായ തർസോസിലേക്ക് പോയി. അവിടെ ആയിരിക്കുന്ന സമയത്താണ് ബർന്നബാസ് അവിടേക്ക് പോയി തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. Barnabas went there and took him and came to Antioch, where the first term of Christians was actually pointed out. First church was there. അവിടെ നമ്മൾ കാണുന്നത് കൂട്ടിക്കൊണ്ടു വന്നു. ഒരു സംവത്സരം മുഴുവനുമായിട്ട് അവിടെ അവർ ഉണ്ടായിരുന്നു. എന്നിട്ട് ചരിത്ര പ്രസിദ്ധമായ ഒരു വാക്യമാണല്ലോ അതിന്റെ അവസാന ഭാഗം. ആദ്യമായിട്ടാണ് അന്ത്യോഖ്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. This is where we understand Barnabas went to Tarsus, took Saul, came back to Antioch, and he became part of a historical he became part of history of the church. ദൈവ മക്കളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ബർന്നബാസ് തർശോസ് വരയ്ക്കും പോയി. അവിടെ നിന്ന് പൗലോസിനെ കൂട്ടിക്കൊണ്ടു വന്നു. അതിന് ഫലമായിട്ട് ഒരു സംവത്സരം അവർ സഭയോടുകൂടി സംസാരിച്ചു, അവരെ വചനത്തിൽ ഉറപ്പിച്ചു. അതിന്റെ ഫലമായിട്ടാണ് റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. Here we see Barnabas again acting as a son of encouragement. He went all the way there just to bring Paul back and make him a part of history. അവിടെ നാം കാണുകയാണ് താൻ അത്രയും കഷ്ടം സഹിച്ച് അതിനുവേണ്ടി ഒരു മുൻകൈ എടുത്ത് പോയി ആ ദേവദാസനെ കൂട്ടിക്കൊണ്ടുവന്നു. അതിന്റെ ഫലമായിട്ട് ചരിത്രത്തിന്റെ ഒരു ഭാഗമായിരിക്കാൻ ഇന്നും നമുക്ക് ഓർക്കുവാൻ ഒരു സംഭവമായി തീർന്നു. And we see a lot of other portions where Barnabas was acting a crucial role in Paul's missionary journey. ഇത്രമാത്രമല്ല, ബർന്നബാസ് പൗലോസിന്റെ മിഷനറി യാത്രകളിൽ പ്രാരംഭ സമയങ്ങളിലെല്ലാം വളരെ കാതലായിട്ടുള്ള നിർണയങ്ങളും നിരൂപണങ്ങളും എല്ലാം എടുത്ത് കൂടെ യാത്ര ചെയ്യുന്നതും ആ ശുശ്രൂഷയിൽ പങ്കാളിയാകുന്നു. I would not go to this portion where in Acts chapter 13 verse 44 and 45 is when
they completely, that is Paul and Barnabas completely went into the mission of spreading the gospel to the Gentiles. 13-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് ആ വിശദമായിട്ട് ചിന്തിക്കാൻ നമുക്ക് സമയമില്ലല്ലോ, നിർവാഹവുമില്ല. എന്നാൽ ആ ഭാഗത്തേക്ക് വരുമ്പോഴാണ് തന്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ പൗലോസും ബർന്നബാസും ഒരുമിച്ച് ചേർന്ന് അവർ ശുശ്രൂഷ രംഗത്ത് ആയിരിക്കുന്നു. But there is one thing which caught my attention, that is Acts chapter 15 36 to 41. എന്നാൽ എന്നെ സ്പർശിച്ച വേറൊരു ഭാഗം നമുക്ക് കാണുന്നത് അതിന്റെ 15-ാം അധ്യായം, അതിന്റെ ചില ഭാഗം 15-ാം അധ്യായം അതിന്റെ 36 to 41. അതിന്റെ 36 മുതൽ അതിന്റെ 41 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, let's not read it, but I'll just give you a brief summary. This is a portion where Paul and Barnabas separate. ഇവിടെ നാം കാണുന്നത്, അത് വിവരിച്ച് വായിക്കാനായിട്ട് സമയമില്ല, സംക്ഷിപ്തമായിട്ട് ഞാൻ പറയട്ടെ, അവർ രണ്ടു പേരും വേർപിരിയുകയാണ്. They had an argument on a person named John Mark. അവിടെ അവർ തമ്മിൽ ഒരു വാദം ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഉഗ്രവാദം എന്നാണ് പറയുന്നത്. അതിന് കാരണം ബർന്നബാസിന് അനന്തരവനായിരിക്കുന്ന മർക്കോസിനെ കുറിച്ചാണ്. And there they had a very sharp argument and all that, and they separate. But one thing you got to understand is that Barnabas took the side of John Mark, who didn't even start his journey. അവിടെ നമ്മൾ കാണുന്നത് ബർന്നബാസ് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള മർക്കോസിന്റെ കൂടെ നിന്നു. മർക്കോസിനെയാണ് താൻ അനുകൂലമായിട്ട് നിന്നത്. And there we see that when it comes to Paul and Barnabas' history, we see Barnabas took the side of Paul every single time, and when Paul went to heights and heights, he could have stayed with Paul itself. നാം ഇവിടെ പ്രത്യേകമായിട്ട് കാണുന്നത് ബർന്നബാസും പൗലോസും അവർ തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത ബന്ധം തന്നെയായിരുന്നു. പൗലോസ് ആത്മീകമായിട്ട് ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് ഉയർന്നു പോകുന്ന സമയത്ത് ബർന്നബാസിന് വേണമെങ്കിൽ പൗലോസിന്റെ കൂടെ തന്നെ പക്ഷത്ത് തന്നെ നിൽക്കാമായിരുന്നു. But instead he took the side of John Mark. എന്നാൽ തന്റെ ബന്ധുക്കാരനായ തന്റെ കുടുംബത്തിലുള്ള ആ മർക്കോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൂടെയാണ് ബർന്നബാസ് നിന്നത്. And later on, when we look into the letters written by Paul, we see later on that he gives all the credit to John Mark as well. എന്നാൽ പിന്നീട് പൗലോസിന്റെ ലേഖനം, പ്രത്യേകിച്ച് തന്റെ അവസാന ലേഖനത്തില് നാം വായിക്കുന്നത് താൻ മർക്കോസിനോടുള്ള നിർവ്യാജമായിട്ടുള്ള സ്നേഹം, അവനെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് ഒരു ആഹ്വാനമാണ് അവിടെ പൗലോസ് നൽകുന്നത്. Again proves a point why he is called son of encouragement. If he didn't stand for John Mark there, we wouldn't know what John Mark would have done. തീർച്ചയായിട്ടും വളരെ യഥാർത്ഥമായിട്ടുള്ള ഒരു നാമമാണ് ബർന്നബാസിന് ലഭിച്ചിരിക്കുന്നത്, പ്രബോധന പുത്രനായ ബർന്നബാസ്. കാരണം ആ ഒരു സമയത്ത്, ആ പ്രതിസന്ധിയിൽ ആ യൗവനക്കാരന്റെ കൂടെ ബർന്നബാസും കൂടി നിന്നിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ മർക്കോസിന്റെ ജീവിതം തന്നെ തകർന്നു പോയേനെ. What a beautiful story of Barnabas. He could do all this because of what? What do you think he made him do all this? ബർന്നബാസിന്റെ മനോഹരമായ ഒരു ജീവചരിത്രം, ഒരു സാക്ഷ്യം, ഇതെല്ലാം ബർന്നബാസിനെ കൊണ്ട് എങ്ങനെ സാധിച്ചു ചിന്തിക്കുന്നുണ്ടോ? All because he had faith in the Lord, all because he had trust in the Lord. അതിന്റെ ഏക കാരണം എന്ന് പറയുന്നത് തന്റെ വിശ്വാസം മുഴുവനും താൻ സേവിക്കുന്ന, സ്നേഹിക്കുന്ന, മാനിക്കുന്ന ദൈവത്തിൽ മാത്രമായിരുന്നു. തന്റെ ആശ്രയം ആ ദൈവത്തിൽ തന്നെ ആയിരുന്നു. When Luke starts when we read in Acts chapter 11, when Luke starts talking about Barnabas, he tells that he is full of faith and he is full of Holy Spirit. അപ്പോസ്തല പ്രവൃത്തി രചിച്ചിരിക്കുന്ന ലേഖനകാരനായ വൈദ്യനായ ലൂക്കോസ് നാം 11-ാം അധ്യായത്തിൽ കണ്ടു. ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനും അതുപോലെ തന്നെ സത്യസന്ധനുമായ ഒരു വ്യക്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. We see from journey of Acts chapter 4 to Acts chapter 11, we see Barnabas growing and trusting in the Lord and gaining faith and being filled with the Holy Spirit. പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തിയിലെ 4-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള ആ യാത്രയ്ക്ക് മധ്യത്തില് ബർന്നബാസ് വിശ്വാസത്തിന്റെ ഓരോ ചുവട് ചവിട്ടി മുൻപോട്ട് പോവുകയാണ് ആ കൊടുമുടിയിലേക്ക് എത്തുവാൻ വേണ്ടി. He could do all this because he had trust in the Lord and he let God do everything. ഈ ഏക കാരണം തന്റെ പൂർണ്ണമായിട്ടുള്ള ആശ്രയം ആ ശാശ്വത പാറയിലായിരുന്നു. തന്നിൽ കൂടെ ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി തന്നെ താൻ പൂർണ്ണമായിട്ട് അർപ്പിച്ചു കൊടുത്തു. Because he did all that, we can see Paul who was feared and sent to Tarsus, becoming a wonderful testimony
to the Gentiles around the world. ബർന്നബാസിന്റെ ഏക വ്യക്തിയുടെ ആ ഒരു പ്രബോധന രീതിയിലുള്ള പ്രവർത്തന മുഖാന്തരം സഭയെ പീഡിപ്പിക്കുന്ന ശൗലിന്റെ ജീവിതത്തിൽ വന്ന ഒരു രൂപാന്തരം കഴിഞ്ഞ് ആദ്യ പടി എന്ന നിലയിൽ ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരികയും ശുശ്രൂഷയിൽ മുൻപോട്ട് നയിക്കുകയും അതിൽ കൂടെ ചരിത്ര സംഭവങ്ങളായ മിഷനറി യാത്രയും യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം പുതിയ നിയമപ്രകാരമുള്ള സഭകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. That is why we need trust in the Lord. അതുകൊണ്ട് നാം ദൈവത്തിൽ ആശ്രയം ആയിരിക്കുക എന്നുള്ളത് എത്രയോ അത്യാവശ്യമായിട്ടുള്ള വിഷയം. God never looks at a short-term plan. He always tries to see in the future what you could contribute to it. ദൈവം ഒരിക്കലും ഹ്രസ്വകാലത്തേക്കുള്ള ഒരു പദ്ധതി വെച്ചല്ല നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ദൈവത്തിന് വളരെ നീണ്ട ഒരു ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണുള്ളത്. I would like to take one more use case, that is our Lord Jesus Christ. രണ്ടാമത്തെ ഒരു വ്യക്തിവിശേഷത്തെയും ഞാൻ നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു. Our Lord Jesus Christ came into this world and he left all his power above, even though we believe he was a God man. നാം അറിയുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലുള്ള തന്റെ സകല മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് മടങ്ങി വന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ നമ്മുടെ കർത്താവ്. But when you go, we shall read John chapter 15 verse 10. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 15:10 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. Here we see Lord Jesus Christ following the commandments, following the plan which the God the Father had entrusted upon him. പുത്രനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു പിതാവ് തനിക്ക് നൽകിയിരിക്കുന്ന ആ കൽപ്പനകളെല്ലാം പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു, അത് അനുസരിക്കുന്നു. And he never went away from the plan, because if he had gone away, what will be for the rest of us? We wouldn't have come into his presence. പിതാവായ ദൈവത്തിന്റെ ആ അനന്തമായിട്ടുള്ള നിർണയത്തിന് വ്യതിചലിച്ച് ഒരു പടി പോലും പോകാതെ അത് മാത്രം പൂർത്തീകരിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു. Because he knew what was at stake, because God so loved the world that he gave his only begotten son. അതിന് ഏക കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ സത്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധവാനായിരുന്നു. പിതാവായ ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, അതിനുവേണ്ടിയാണ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. And he also loved each and every one of us, so he had to give his life for us so we could be in his presence. പുത്രനായ യേശു ക്രിസ്തു അതേ മാത്രയിൽ തന്നെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു, തന്റെ ജീവനെ മറുവിലയായിട്ട് കൊടുത്ത് നമ്മെ രക്ഷിച്ചു. By going to the cross, Jesus entrusted in God and gave him complete control. തന്നെ താൻ കാൽവരി ക്രൂശിൽ പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ കൽപ്പനയ്ക്കും ദൈവത്തിന്റെ കരങ്ങളിൽ വിധേയപ്പെടുത്തിയ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ എല്ലാ ആ നിത്യമായ നിർണയത്തിന് താൻ വിധേയമാക്കി, അത് സഫലമാക്കി. He trusted in God with his entire life. തന്റെ ജീവിതത്തിൽ കൂടെ പൂർണ്ണമായിട്ട് കർത്താവിൽ ആശ്രയിച്ചു, വിശ്വസിച്ചു. Then also the same thing Peter comes and says in 1 Peter chapter 2. പത്രോസിന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ആ കാര്യം നമ്മളെ ഊന്നി പറയുന്നത് verse 21 to 24. അതിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ വായിക്കുന്നത്: അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം ഭരമേൽപ്പിക്കുക അത്ര ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. In verse 23 it says he left his case in the hands of God, who always judges fairly, and after that we see what all has happened to us till now. 23-ാം വാക്യം മുതൽ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ, താൻ ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിലേക്ക് തന്നെ താൻ ഏൽപ്പിച്ചു.
അതിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് 25 വാക്യം വരയ്ക്കുമുള്ള ഭാഗത്ത് നാം കാണുന്നത്. I gave you Barnabas and now I give you Lord Jesus Christ who trusted in God's plan. രണ്ട് വ്യക്തിവിശേഷങ്ങളെയാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ വരച്ചു കാട്ടിയത്. ബർന്നബാസും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും അവർ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചു, വിശ്വസിച്ചു. When it comes to our life, sometimes it's very hard for us to let go of things. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിലതിനെ വിട്ട് കളയാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. Sometimes it is very hard for us to give control to somebody else. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി മറ്റാരുടെങ്കിലും ഒരാളുടെ കയ്യിലേക്ക് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കുകയും കഷ്ടമാണ്. But let us realize one thing. In the testimony also, our brother clearly mentioned, when everything goes south, there is only one person who's going to stay with you, that is God the Father and Lord Jesus Christ. സാക്ഷ്യത്തിൽ കൂടെ പ്രിയ സഹോദരൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ സകല കാര്യങ്ങളും നമുക്ക് വിരോധമായിട്ട് പോകുമ്പോൾ അനുകൂലമായിട്ട് ദൈവമുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. That's why we have to put our entire trust in Him, because He's always there with us. അതുകൊണ്ട് നമ്മുടെ പൂർണ്ണ വിശ്വാസം, നമ്മുടെ ആശ്രയം അവനിലായിരിക്കണം, കാരണം അവൻ വിശ്വസ്തനാണ്. How we put our trust in Him? It's very simple. Barnabas clearly showed us to put our faith in Him and improve our relationship with God. ഏത് വിധത്തിൽ വേണം നമ്മുടെ ആശ്രയം കർത്താവിൽ? ബർന്നബാസിന്റെ ജീവിതത്തിൽ കൂടെ നാം കണ്ടത്, അവൻ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് തന്നെ ഭരമേൽപ്പിച്ചു, കർത്താവിൽ ആശ്രയിച്ചു. And when you do that, when you have a good relationship with God, you will slowly start to let go of things. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഭരമേൽപ്പിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന തൽക്കാലത്തേക്കുള്ള കാര്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ പിടി അവിടെ നിന്ന് വിട്ടുപോകും. As God says, put your yoke in me and I will give you something which is very light. നമ്മുടെ സുവിശേഷത്തിൽ നാം കാണുന്നത് പോലെ എന്റെ നുകമെടുത്ത് എന്നോട് പഠിപ്പീൻ എന്ന് പറയുന്നത്. There we see a God who can take all our burdens and make us feel so light. അവിടെ നമ്മൾ കാണുന്നത് ദൈവം നമ്മുടെ സകല ചിന്താകുലവും നമ്മുടെ സകല ഭാരവും അവൻ എടുക്കുവാൻ സമർത്ഥനാണ്. നാം ആ ലാഘവത്തോടുകൂടെ ഒരു ഭാരം നമുക്ക് അനുഭവമില്ലാതെ തന്നെ അവനോട് കൂടെ നടക്കുവാനായിട്ട് കഴിയും. In the coming week, let us understand and realize that when we give control to God, when we trust in His ability, we will appreciate things a lot more and we will give all glory to Him. അടുത്ത ആഴ്ചകളിലും വരുന്ന ദിവസങ്ങളിലും നമ്മുടെ സമ്പൂർണ്ണ നിയന്ത്രണം അവന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. അവൻ നിയന്ത്രിക്കുമ്പോൾ, അവനിൽ ആശ്രയിച്ച് നമ്മൾ ഓരോ ചുവട് വെച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും അവന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. Personally, for the last couple of months, I've also been facing the same thing. How will things happen in my life when I have no control? വ്യക്തിപരമായിട്ട് കഴിഞ്ഞ ചില നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എനിക്ക് യാതൊരു നിയന്ത്രണം എൻ്റെ ജീവിതത്തിൽ വരുത്തുവാനായിട്ട് കഴിയുന്നില്ല, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുൻപോട്ടായിത്തീരുന്നത്. But we always realize one thing, that God is always in control. ആ സമയത്തെല്ലാം നമ്മൾ ഓർക്കുക, നമ്മുടെ കർത്താവ് സകലത്തെയും നിയന്ത്രിക്കുന്നു. And we should always build our relationship with Him rather than worry about all these things. നാം ഇതിനെക്കുറിച്ച് ചിന്താകുലരായി തീരാതെ അവനുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ തന്നെ ഓരോ ദിവസവും ഓരോ നിമിഷവുമായിരിക്കുക. Like Barnabas, let us be filled with the Holy Spirit and let us be strong in the faith. ബർന്നബാസിനെ പോലെ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിട്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് സഹായിക്കട്ടെ. Praise be to God. ദൈവത്തിന്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.